റോഡിൽ വെച്ച് വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം. ആ തർക്കത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനെത്തിയതായിരുന്നു കോഴിക്കോട് വേങ്ങേരി സ്വദേശിയായിട്ടുള്ള മുസ്തഫ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ വർഷമാണ് സംഭവം നടന്നത്. എന്തായിരുന്നു ആ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സ്കൂട്ടർ ചെറുതായിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ആളത് കുറച്ച് തർക്കമായപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് അത് കംപ്ലയിൻറ്റ് പറയാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പം പോലീസുകാർ കംപ്ലയിൻറ്റ് എഴുതി വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ വന്ന് ഇത് വാഹനം ഇടിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. കാരണം അവിടെ വെറുതെ പാടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഇല്ല, ഞങ്ങൾ വെറുതെ പറയുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഒരു ആരോപണങ്ങൾ പറയാം വെറുതെ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു. ആ കോമ്പൗണ്ടിൽ നിന്ന്, പോലീസിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ആകെ പിന്നെ അവിടെ ആ സെക്കൻഡുകൾക്കുള്ളിൽ അവിടുത്തെ ഇത് മാറി. അപ്പോൾ ഫുൾ അവരെല്ലാം പോലീസ് പിടിച്ച് വെച്ച് പിന്നെ എല്ലാവരും കൂട്ടമായിട്ട് വന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അതിനുള്ളിലെ ഫ്രണ്ടിൽ വെച്ച് അടിക്കലായിരുന്നു. കാരണം ഓരോ പോലീസുകാരും അവിടെ ഒരു 5-6 പോലീസുകാരെങ്കിലും മേത്ത് കൈ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മർദ്ദിച്ചു എന്നുവെച്ചാൽ മുഖത്തും തലക്കും ഒക്കെ ഒരു അധികം മാരകമല്ലാത്ത അങ്ങനെ അടിക്കുക. അപ്പോൾ എൻ്റെ അനിയന് ഉണ്ടായിരുന്നു. അനിയനെ കാണിച്ചപ്പോൾ ചുവട്ടിൽ അന്ന് ചോര വന്നു. ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ആ ചുവട്ടിൽ. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോയി. പിന്നെ പരാതി കൊടുത്തു? അന്ന് കൊടുത്തിട്ടില്ല. പിറ്റേന്നാണ് ഞങ്ങൾ പിറ്റേന്നാണ് കിട്ടിയത്. വണ്ടി അവിടെ ഒരു കാരണമല്ലാതെ പിടിച്ച് വെച്ചത്. അപ്പോൾ പിറ്റേന്ന് വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് കാണിച്ച് അത് അന്ന് തന്നെ കമ്മീഷന് പോയിട്ട് പരാതിയും കൊടുത്തു. ആ പരാതിയിൽ പിന്നെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ആ പരാതിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. വിവരാവകാശം കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അറിഞ്ഞു വെച്ചിട്ട് എയർ ക്യാമ്പിലേക്ക് പോയെന്നാണ് അറിയുന്നത്. പിന്നെ ഈ പരാതിയിൽ തൃപ്തരല്ലാത്തതുകൊണ്ട് വീണ്ടും അവിടെ കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരാതിയും കൂടി ഒരു 10-20 ദിവസം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ അതിനുശേഷം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ അതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ജനുവരി ഒരു ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയതായി മുസ്തഫ പറയുന്നത്. ജോം ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.